ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തെരഞ്ഞെടുപ്പും കേരളവും തമ്മിലുള്ള ദൂരം കേവലം 2 ആഴ്ചയായി ചുരുങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അഖിലേന്ത്യാ നിലവാരത്തിൽ എന്തൊക്കെ സംഭവഗതികളാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആസന്നതയിൽ സംഭവിക്കുന്നത്? ഇന്ന് പത്രങ്ങൾ തരുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്ത, കമൽനാഥിനെതിരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം റെയ്ഡുകൾ നടക്കുന്നു. ഇൻകം ടാക്സിൻ്റെയും EDയുടെയും ഒക്കെ. ആ റെയ്ഡുകൾ സംഭവിക്കുന്നതിന് കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ 2 വകുപ്പുകളെയും നയിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇത്തവണ ഇലക്ടറൽ ബോണ്ടുകൾ അവതരിപ്പിച്ച വർഷമാണ്. ഇലക്ടറൽ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്പനികൾക്ക്, കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം ബാങ്ക് വഴി പണം പാർട്ടികൾക്ക് കൊടുക്കാൻ കഴിയും. ബാങ്ക് വഴി കൊടുക്കുമ്പോൾ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ട് ബാങ്ക് വഴി എത്ര രൂപയാണ്, എത്ര കോടി രൂപ ലഭിച്ചു എന്നറിയാം. പക്ഷേ ആര് നൽകി എന്നത് രഹസ്യമായിരിക്കുകയും ചെയ്യും. ഇലക്ടറൽ ബോണ്ട് എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തെ അഴിമതി അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് മോദി ഭരണം ഇതെത്തിച്ചത്. പക്ഷേ സംഭവം എന്താണ്? കോൺഗ്രസ് മുതൽ, അതാണല്ലോ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി, കോൺഗ്രസ് മുതൽ ബാക്കി എല്ലാ പാർട്ടികളുടെയും ഇലക്ടറൽ ബോണ്ട് വരുമാനം, ആ സംഭാവന, അവ മൊത്തം കൂട്ടിയാൽ അതിൻ്റെ 7 ഇരട്ടി സംഭാവനയാണ് സമ്പന്ന വിഭാഗം മോദി ഗവൺമെന്റിന് നൽകിയത്, മോദിക്ക് നൽകിയത്, BJPക്ക് നൽകിയത്. അതുകൊണ്ട് കുന്നുകൂടിയ പണം എന്തായാലും BJPയുടെ കസ്റ്റഡിയിലുണ്ട്, നിയന്ത്രണത്തിലുണ്ട്. തെരഞ്ഞെടുപ്പിന് അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. മറ്റു പാർട്ടികൾക്ക് അതില്ലാത്തത് കൊണ്ട് അവരുടെ ആർജിത ഫണ്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്ന് ചിന്തിക്കുന്നത് വരെ എത്തിയിരിക്കുന്നു മോദി ഭരണം. കമൽനാഥിനെ പൂട്ടാൻ പുലർച്ചെ 3-ന് മിന്നൽ റെയ്ഡ്. മധ്യപ്രദേശ് BJP ദീർഘമായി ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ തോറ്റു, രാജസ്ഥാനിൽ തോറ്റു. ഇവിടെയെല്ലാം ഇനി രക്ഷ റെയ്ഡുകൾ മാത്രം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കമൽനാഥിനെ പൂട്ടാൻ പുലർച്ചെ 3-ന് മിന്നൽ റെയ്ഡ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥുമായി അടുപ്പമുള്ളവരെ ലക്ഷ്യമിട്ട് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ മിന്നൽ നീക്കം. കമൽനാഥുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിലും ഓഫീസുകളിലുമായി പുലർച്ചെ നടത്തിയ റെയ്ഡിൽ 9 കോടിയിലേറെ രൂപയും രേഖകളും ലൈസൻസ് ഇല്ലാത്ത തോക്കും പിടിച്ചെടുത്തതായാണ് വിവരം. മധ്യപ്രദേശിൽ 23-ഇടത്തും ദില്ലി, ഗോവ, കൽക്കത്ത എന്നിവിടങ്ങളിലും പരിശോധന നടന്നു. പരാജയം ഉറപ്പാക്കിയ BJP രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തു. ഒരു മണ്ഡലത്തിൽ 70 ലക്ഷം രൂപ വരെയാണ് പാർലമെന്റ് മണ്ഡലത്തിൽ ചെലവാക്കാൻ കഴിയുക ഒരു സ്ഥാനാർത്ഥിക്ക്. MK രാഘവൻ ഒളി ക്യാമറയിൽ പറഞ്ഞത് എന്താണ്? കോഴിക്കോട് MP ആയിരിക്കുന്ന, 2ാം വട്ടം MP ആയിരിക്കുന്ന MK രാഘവൻ പറഞ്ഞു 20 കോടിയോളം രൂപ വേണം, 2 കോടിയോ മറ്റോ പാർട്ടി നൽകിയെന്ന് വരും, ബാക്കി മുഴുവൻ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഒളി ക്യാമറയിൽ 5 കോടി രൂപ വാഗ്ദാനം ചെയ്തപ്പോൾ വീണുപോയത് രാഘവൻ. രാഘവേട്ടൻ അങ്ങനെ പിടഞ്ഞു കിടക്കുമ്പോൾ പണം വേണം തെരഞ്ഞെടുപ്പിന്. അതാണ് തിരിച്ചറിയപ്പെട്ടത്. ആ പണം അനുവദിക്കാതിരിക്കുക എന്നതാണ് ഈ കാര്യത്തിൽ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, മധ്യപ്രദേശ് അനുഭവം മുന്നിൽ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അപായകരമായ ഒരു സൂചന കൂടി അത് തരുന്നു. സംസ്ഥാനത്തിൻ്റെ അധികാരം ആണ് പോലീസിലുള്ളത്. പോലീസിനെ മാറ്റി നിർത്തി CRPFിനെ മുൻനിർത്തിയാണ് ഇവിടെ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അതായത് കേന്ദ്ര പോലീസിനെ ഉപയോഗിച്ച്, ഒരു പാരാമിലിറ്ററിയാണ്, കേന്ദ്ര പോലീസിനെ ഉപയോഗിച്ച് തന്നെ. ഇവിടുത്തെ പോലീസൊന്നും വേണ്ട. നോക്കൂ, ബംഗാളിൽ ഇങ്ങനെയാണ് ചെയ്തത്. CBIയുടെ പോലീസുമായി വന്നപ്പോൾ അവിടുത്തെ പോലീസുമായി ഏറ്റുമുട്ടി. ഇവിടെ മധ്യപ്രദേശിൽ അപ്രകാരം വന്നപ്പം CRPFിനെ ഇറക്കിയ ഒരു കളിയാണ് കളിച്ചത് മധ്യപ്രദേശിൽ. മധ്യപ്രദേശിന്റെ പോലീസിനെ വിശ്വാസമില്ലാതായിരിക്കുന്നു മോദിക്ക് ഈ അവസ്ഥയിൽ എന്നുകൂടി നാം മനസ്സിലാക്കണം.
മധ്യപ്രദേശ് പോലീസിനെ വിശ്വാസമില്ലാത്തത് കൊണ്ട് CRPF-നെ ഇറക്കി. മാധ്യമം എന്ന പത്രം അതിന്റെ 1-ാം പേജിൽ പറയുന്നത് കാണുക. റെയ്ഡിനിടെ പോലീസ് CRPF വാക് തർക്കം. മുഖ്യമന്ത്രി കമൽനാഥുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് CRPF സുരക്ഷയിൽ. കമൽനാഥിന്റെ അനുയായി അശ്വിൻ ശർമ്മയുടെ വസതിക്ക് പുറത്ത് CRPF-ഉം മധ്യപ്രദേശ് പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അങ്ങനെ പോലീസിന്റെയും വ്യത്യസ്ത പോലീസിന്റെ ഇടയിൽ വൈരാഗ്യമോ വൈരമോ വൈരുദ്ധ്യമോ രൂപം കൊള്ളുന്ന അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെ തോന്നിയ പോലെ റെയ്ഡ് ചെയ്താൽ എങ്ങനെയാണ്? കേന്ദ്രം ഇഷ്ടപ്പെടാത്ത ആളുകളെയൊക്കെ റെയ്ഡിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക. റെയ്ഡിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നു. തോന്നുംപടി റെയ്ഡ് പാടില്ല. റെയ്ഡ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ച ശേഷം ഇടപെടൽ. കമൽനാഥുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾക്ക് പിന്നാലെ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ്. റെയ്ഡിന്റെ രാഷ്ട്രീയത്തിന് കടിഞ്ഞാണിടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിക്കാതെ ഇതും നടക്കില്ല. പ്രകാശൻ പുതിയോട്ട് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താനുള്ള റെയ്ഡുകൾ തോന്നുംപടി പറ്റില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അടക്കമുള്ള ഏജൻസികളുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനം നിഷ്പക്ഷവും വിവേചനരഹിതവുമാവണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കേന്ദ്ര ധനമന്ത്രാലയത്തിനാണ് കമ്മീഷന്റെ കർശന നിർദ്ദേശം. തെരഞ്ഞെടുപ്പിനിടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്രകാരം ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര കമ്മീഷൻ നിർബന്ധിതമായത്. അതുകൊണ്ട് തന്നെ റെയ്ഡിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ച ശേഷമേ കഴിയുകയുള്ളൂ എന്നെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നിനി കണ്ടറിയണം. ഏതായാലും കർണാടക മുതൽ മധ്യപ്രദേശ് വരെയുള്ള റെയ്ഡുകളുടെ ഒരു നാൾ വഴി തന്നിരിക്കുന്നു മാതൃഭൂമി. മാർച്ച് 22-ന് ആന്ധ്രയിൽ TDP നേതാക്കളായ പുട്ട സുധാകർ യാദവ്, CM രമേശ് MP എന്നിവരുടെ വീടുകളിൽ പരിശോധന. മാർച്ച് 28-ന് കർണാടക മന്ത്രി CS പുട്ടരാജുവിൻ്റെയും മരുമകന്റെയും മറ്റ് പ്രമുഖരുടെയും വീടുകളിൽ പരിശോധന. മാർച്ച് 31-ന് DMK ട്രഷറർ ദുരൈ മുരുകന്റെ വെള്ളൂരിലെ വീട്ടിൽ പരിശോധന. ഇപ്പോഴാകട്ടെ മധ്യപ്രദേശിൽ പുതിയ പരിശോധന. ആ അർത്ഥത്തിൽ ഗവൺമെന്റ് ഏജൻസികളെ കൈവശം വെച്ചുകൊണ്ട് ആളുകളെ പണം പിടിച്ചെടുക്കുന്ന ഒരു ശ്രമത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ സവിശേഷത, ഇന്നാണ് കേരളത്തിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം. അങ്ങനെ ഒരു ഘട്ടം താണ്ടുന്നു തെരഞ്ഞെടുപ്പ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ശ്രമം ഇന്ന് എന്ന ശീർഷകത്തിൽ ആ വാർത്ത തരുന്നു സിറാജ് എന്ന പത്രം. അതിൻ്റെ ഉൾപേജിൽ കാണുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ വ്യക്തമായ മണ്ഡലങ്ങളിൽ തങ്ങളുടെ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. 20 മണ്ഡലങ്ങളിലായി 242 നാമനിർദ്ദേശ പത്രികകളാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഇന്നാണ് പിൻവലിക്കാനുള്ള അവസാന ദിനമെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നാളെ നമുക്ക് വിവരങ്ങൾ കൃത്യമായി ലഭിക്കും. തെരഞ്ഞെടുപ്പ് ഗോദയിൽ അണിനിരക്കൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കേരളത്തിൽ BJPക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഭരണ നേട്ടങ്ങൾ വല്ലതുമുണ്ടോ? അതൊന്നുമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ദൈവത്തെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന വ്യാമോഹത്തിലാണ് BJPയുടെ പേരിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ. ദൈവം കനിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ 5 വർഷം ആളുകൾക്കായി എടുത്തു പറയാൻ ഞങ്ങളിതാ ഇത് ചെയ്തിരിക്കുന്നു, അതിന് പ്രതിഫലമായി വോട്ട് നൽകുക എന്ന് പറയാൻ ഒന്നുമില്ല. ഒന്നുമില്ലാത്ത പാർട്ടി, ശുഷ്കമായ പാർട്ടി, ദൈവങ്ങളിൽ അഭയം തേടുന്ന, എന്താ പറയുക, അങ്ങേയറ്റം
അവഹേളനപരമായ ഒരു അന്തരീക്ഷമാണിപ്പോൾ കേരളത്തിൽ BJP സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അയ്യപ്പന്റെ പടം കാണിച്ച് വോട്ട് തെണ്ടാൻ പാടില്ല, അയ്യപ്പന്റെ പേരിൽ വോട്ട് വാങ്ങിയാൽ പിടിക്കും തുടങ്ങിയവ കർശനമാക്കിയിരിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ആ സാഹചര്യത്തിൽ എങ്ങനെ അയ്യപ്പന്റെ പേര് പറയും, എങ്ങനെ പറയാതിരിക്കും തുടങ്ങിയ ധർമ്മസങ്കടത്തിൽ ഒരു പാർട്ടി എത്തിയെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും അവർ ചെയ്തിട്ടില്ല. കാശിന് ഗുണമില്ലാത്തവരെയാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആ പാർട്ടി. അതിൻ്റെ ഏറ്റവും വലിയ അപായങ്ങൾ ആ പാർട്ടി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. തൃശ്ശൂർ എന്ന മണ്ഡലം അപ്രതീക്ഷിതമായി BJPക്ക് വീണ് കിട്ടിയ മണ്ഡലമാണ്. അവിടെ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥി നമുക്കറിയാവുന്നത് മാതിരി സാമാന്യത്തിലധികം തടിയും പൊക്കവുമുള്ള സിനിമാ താരം സുരേഷ് ഗോപിയാണ്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ നാവ് പിഴച്ചു. അദ്ദേഹം പറഞ്ഞു, ശബരിമല അയ്യൻ്റെ പേരിൽ ഞാൻ വോട്ട് ചോദിക്കുന്നു. ടിക്കാറാം മീണ പറഞ്ഞത് അങ്ങനെ ചോദിക്കരുത് എന്നാണ്. ഈ ടിക്കാറാം മീണയൊന്നുമല്ല ഇത് കണ്ടുപിടിച്ചത്. നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അതിന് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ചേർന്നാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വോട്ട് പിടിക്കരുത് എന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാകാതിരിക്കാനാണ്. വോട്ടിൻ്റെ രംഗത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് ഈ പറയുന്ന ദൈവങ്ങൾക്കോ മതങ്ങൾക്കോ മതവിശ്വാസങ്ങൾക്കോ യാതൊരു സ്ഥാനവും കൽപ്പിക്കാനാകില്ല. കാരണം നമ്മുടേത് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ഇതൊക്കെ അറിയണം. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തടുമിടുക്കുള്ള സുരേഷ് ബോഡി എന്നാണ് അദ്ദേഹത്തെ കളിയാക്കിയ ആളുകൾ വിളിക്കുന്നത്. ഏതായാലും വലിയ തടിയും പൊക്കവും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാന കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് മറ്റാർക്കും പറ്റാത്ത അബദ്ധം അദ്ദേഹത്തിന് പറ്റി. എന്നിട്ടോ അദ്ദേഹം അതിൻ്റെ മേൽ വോട്ട് ചോദിച്ച് വെള്ളത്തിലായി. അദ്ദേഹത്തെ കൃത്യമായി പിടിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ. അത് ജില്ലാ സെക്രട്ടറി, ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പക്ഷേ സുരേഷ് ഗോപി പറയുന്നു, പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. സിറാജ് എന്ന പത്രം ആ വാർത്ത തരുന്നു ഉൾപേജിൽ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു സുരേഷ് ഗോപി, താൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല എന്ന്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി MP പ്രസംഗത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നോട്ടീസിന് പാർട്ടി മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത് അയ്യൻ എന്ന് പറഞ്ഞത് ഞാൻ അയ്യപ്പനെ ഉദ്ദേശിച്ചല്ല, അയ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചേട്ടൻ എന്നാണ്. എന്തൊക്കെ ദാരിദ്ര്യമാണ് ഇവർ പറയുന്നത്. ദൈവത്തെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞപ്പം വീണ് ഉരുളുകയാണ് പിന്നീട്. ഏതായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ട്രാക്ക് റെക്കോർഡുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനെന്ന നിലയ്ക്കല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നത്, തെരഞ്ഞെടുപ്പിൽ നിന്നത്, മറിച്ച് ഒരു അടിമ എന്ന നിലയ്ക്കാണ്. BJPയിൽ ചേർന്നപ്പോൾ താൻ മോദിയുടെ അടിമയായി എന്ന് പറഞ്ഞ വിഡ്ഢിയാണ് സുരേഷ് ഗോപി. ഒരു മനുഷ്യൻ ഒരു പാർട്ടിയിൽ ചേരുമ്പോൾ ആ പാർട്ടിയുടെ നേതാവിൻ്റെ അടിമയായി താൻ. അടിമയ്ക്ക് ഒരൊറ്റ ജോലിയേ ഉള്ളൂ, അടിമയുടമയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത്. ആ അർത്ഥത്തിൽ മോദിയെ അടിമയുടമയായി കാണുന്ന കേവലം അടിമയാണ് താൻ എന്ന് പറഞ്ഞത് അയാൾ തന്നെയാണ്, മറ്റൊരാളല്ല. അതുകൊണ്ട് എന്ത് വൃത്തികേടും മോദി പറഞ്ഞാൽ താൻ ചെയ്യും. എന്നാ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം എന്തിനാണ് അയ്യപ്പനെയൊക്കെ വലിച്ചിഴക്കിക്കൊണ്ടി വരുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ജനങ്ങൾ തലകുലുക്കി സമ്മതിക്കുന്ന ഒരു കാര്യവും 5 വർഷം കൊണ്ട് ചെയ്യാത്ത ഗതികെട്ട അവസ്ഥയിൽ ഒരു പാർട്ടിക്ക് അതല്ലാതെ മറ്റെന്തു വഴി? നോക്കൂ, ഡിമോണിറ്റൈസേഷൻ നല്ല കാര്യമായിരുന്നുവെങ്കിൽ, നോട്ട് റദ്ദാക്കൽ നല്ല കാര്യമായിരുന്നുവെങ്കിൽ ആ നല്ല കാര്യം കാണിച്ച് വോട്ട് പിടിക്കാമായിരുന്നുവല്ലോ. GST നല്ലതായിരുന്നെങ്കിൽ അത് വെച്ച് വോട്ട് പിടിക്കാം. പുൽവാമയും ബാലക്കോട്ടും നല്ല കാര്യങ്ങളാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് വെച്ച് വോട്ട് പിടിക്കാം. ഇവർക്കൊക്കെ അറിയാം ഇതൊന്നും നല്ല കാര്യമല്ല, ഇതൊക്കെ പറഞ്ഞാൽ അടി കിട്ടും. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കും. പിന്നെ ദൈവവും മതവുമേ ഉള്ളൂ. അതുകൊണ്ട് ഉപജീവനം കഴിക്കാം എന്നാണ് BJP തെറ്റിദ്ധരിച്ചത് എങ്കിൽ അതിന് അനുവദിക്കാതിരിക്കാൻ ഇവിടെ ഒരു ടിക്കാറാം മീണയുണ്ട്. ശബരിമല വിഷയം ഉപയോഗിച്ച് പ്രചാരണം, BJPയിൽ ആശയക്കുഴപ്പം. മറ്റൊരു വാർത്ത,
മതങ്ങളുടെയും ദൈവങ്ങളുടെയും പേരുപയോഗിച്ച് വോട്ട് പിടിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ ശബരിമല വിഷയത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് BJP നേതാക്കൾക്കിടയിൽ കടുത്ത അഭിപ്രായ ഭിന്നത. അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചെങ്കിൽ അത് തെറ്റാണെന്നും സുരേഷ് ഗോപി അങ്ങനെ ചെയ്തെന്ന് കരുതുന്നില്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പറയുന്നത് ഒറ്റ ലക്ഷ്യം വെച്ചാണ്. ശ്രീധരൻപിള്ളയുടെ ആജന്മ ലക്ഷ്യം സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ തോൽപ്പിക്കുക എന്നതാണ്. നായന്മാരെ അതുകൊണ്ട് പിൻവലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതാ ഇപ്പോൾ ദൈവത്തെയും കൂടി പിൻവലിപ്പിക്കുന്നു. സത്യത്തിൽ ഇതിനകത്ത് വെള്ളത്തിലായി നിൽക്കുന്നത് സുരേന്ദ്രനാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരിക്കൽ കൂടി മോദിക്ക് രണ്ടാം വട്ടം നൽകൂ. മോദിക്കാണ്, അല്ലാതെ പാർട്ടിക്കല്ല. ആ മുദ്രാവാക്യമാണ് ഇത്തവണ BJP ഉയർത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് മോഡി വൺസ് അഗെയിൻ വേഴ്സസ് ജസ്റ്റിസ് ഫോർ ആൾ. BJP ഉന്നയിക്കുന്ന പ്രധാന മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പിൽ മോദി വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടി മോദിക്ക്. ഹിന്ദു എന്ന പത്രത്തിന്റെ 1-ാം പേജ് വാർത്തയാണ്. എതിരായി കോൺഗ്രസ് പറയുന്നു ജസ്റ്റിസ് ഫോർ ആൾ, എല്ലാവർക്കും നീതി. എല്ലാവർക്കും നീതി എന്നതാണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. അബ് ഹോഗ ന്യായ്, ഇനി നീതി ലഭിക്കും എന്നാണ് രാഹുൽ പറയുന്നത്. 17ാമത് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് പറയുന്നത്. ഇനി കോൺഗ്രസ് നേതാവ് പറയുന്നത് ഇനി നമുക്ക് നീതി ലഭിക്കും. 60 വർഷം ഭരിച്ചവരാണ് കോൺഗ്രസുകാർ. നീതി ലഭിക്കുന്നത് ഇപ്പോൾ. മുതുമുത്തച്ഛൻ നെഹ്റു മരിച്ചു, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഭരിച്ചു, അവരും പ്രധാനമന്ത്രിയായിരുന്നു. അതിനുശേഷം രാഹുലിന്റെ അച്ഛൻ ഭരിച്ചു, അദ്ദേഹം രാജീവ് ഗാന്ധി ഭരിച്ചു, പ്രധാനമന്ത്രിയായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നു. 60 വർഷങ്ങൾക്ക് ശേഷം രാഹുലിന് മനസ്സിലായി നീതി ജനങ്ങൾക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആപ് ഹോഗ ന്യായ്, ഇനി നീതി നമുക്ക് ലഭിക്കും എന്ന്. കൂടുതൽ വിവിപാറ്റുകൾ എണ്ണുന്നത് തെരഞ്ഞെടുപ്പിലുള്ള വിശ്വാസം കൂട്ടും. സിറാജിന്റെ ലീഡ് വാർത്തയത് വിശ്വാസം കൂട്ടും. 50% വിവിപാറ്റുകൾ എണ്ണുന്നത് ഫലമറിയാൻ 6 ദിവസം വൈകിപ്പിക്കുന്നു എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ചോദ്യം ചെയ്ത് പ്രതിപക്ഷ കക്ഷികൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ബൂത്തിൽ ഒരാളെ മാത്രം എണ്ണാൻ നിയോഗിച്ചാലുള്ള കണക്കാണ് കമ്മീഷൻ സമർപ്പിച്ചതെന്നും ബൂത്തുകളിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 2 ആക്കിയാൽ 5.2 ദിവസം കൊണ്ട് ഇത് എണ്ണിത്തീർക്കാം എന്നാണ്. ഇനി അത് ചുരുക്കുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് 1/3 അല്ലെങ്കിൽ 25% ഒക്കെ എണ്ണിത്തീർക്കാൻ കഴിയും. ആളെ കൂട്ടി എണ്ണിത്തീർക്കുക. 2-3 ദിവസം വൈകി എന്നതുകൊണ്ട്, തെരഞ്ഞെടുപ്പ് ഫലം വൈകിയത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് കൂടുതൽ സുതാര്യത ഉണ്ടാവുകയും ചെയ്യും. കിങ് പത്മരാജൻ, അങ്ങനെ ഒരാളുണ്ട്. തെരഞ്ഞെടുപ്പിൽ വലിയ ആളുകൾ നിൽക്കുന്നിടത്ത് പോയി നോമിനേഷൻ കൊടുത്ത് സ്ഥിരം തോൽക്കുന്ന ഒരാൾ. ലിംഗ റെക്കോർഡുമായി ഡോക്ടർ K പത്മരാജന്റെ ഫയൽ ചിത്രത്തോടെ ഒരു വാർത്ത നമുക്ക് ദേശാഭിമാനി തരുന്നു. ജയിക്കാൻ വേണ്ടിയുള്ള മത്സരങ്ങൾക്കിടയിൽ തോൽവികളിലൂടെ വിജയിച്ചയാളാണ് കണ്ണൂർ സ്വദേശിയും തമിഴ്നാട് സേലത്ത് താമസക്കാരനുമായ പത്മനിവാസിൽ ഡോക്ടർ K പത്മരാജൻ. തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ഏറ്റുവാങ്ങി റെക്കോർഡിട്ട പത്മരാജന്റെ 201-ാം മത്സരം വയനാട് മണ്ഡലത്തിലാണ്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ റെക്കോർഡും ഹോമിയോ ഡോക്ടർ കൂടിയായ പത്മരാജന്റെ പേരിലുണ്ട്. മറ്റൊരു വാർത്ത ഇന്ന് നമുക്ക് ലഭിക്കുന്നത് UP-യിൽ സമാജ്വാദി പാർട്ടി BSP RLD സഖ്യത്തിന്റെ ആദ്യ സംയുക്ത റാലി ഇന്നലെ നടന്നു. ഉത്തർപ്രദേശിൽ BJP-യെ സഹായിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് BSP അധ്യക്ഷ മായാവതി പറഞ്ഞു. ഇവിടെ പോലെ തന്നെ കോൺഗ്രസിന്റെ ഗതി അവിടെയും. തങ്ങൾ ജയിച്ചാലും ഇല്ലെങ്കിലും മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്ന നിലപാടാണ് കോൺഗ്രസിന്. BJP-യെ നേരിടാൻ കോൺഗ്രസിനാവില്ല. BSP RLD സഖ്യത്തിന് മാത്രമേ BJP-ക്കെതിരെ പോരാടാനാകൂ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണമെന്നും മായാവതി ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്ന വാർത്തയും ഇന്ന് ദേശാഭിമാനി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നമുക്ക് തന്നിരിക്കുന്നു. കിഫ്ബിയെ സംബന്ധിച്ച വിവാദം അടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വാർത്തകൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ്, അതാണ് കിഫ്ബിയുടെ പൂർണ്ണ രൂപം.
കിഫ്ബിയുടെ അടിസ്ഥാനതല വികസനത്തിനുള്ള പണസമാഹരണത്തിനുള്ള ഒരു സംവിധാനം, അതാണ് കിഫ്ബി. പ്രളയാശ്വാസത്തിൽ കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു നിന്നപ്പോൾ കേരളം കണ്ടെത്തിയ അതിജീവന അപ്പാരറ്റസ് ആണ്, വെഹിക്കിളാണ് കിഫ്ബി. അതിനിപ്പോൾ അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുന്നു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിനെ അംഗീകരിച്ചിരിക്കുന്നു. കിഫ്ബിക്ക് അന്താരാഷ്ട്ര അംഗീകാരം, മുഖ്യമന്ത്രിക്ക് ലണ്ടനിലേക്ക് ക്ഷണം. ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. 700 കോടി രൂപ UAE ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ അത് തടഞ്ഞു. തടഞ്ഞ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ നന്നായി എന്ന് പറഞ്ഞയാളാണ് BJPയുടെ പ്രസിഡന്റ് PS ശ്രീധരൻ പിള്ള. ദാ ഇപ്പോൾ കിഫ്ബി വഴി പണസമാഹരണം നടക്കുമ്പോൾ അത് പാടില്ല എന്ന് വെപ്രാളം കൊള്ളുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല. രണ്ടുപേരും ഒരുപോലെ കേരളത്തിന്റെ വികസനത്തിനെതിരാണ്, പണം വരുന്നതിനെതിരാണ്. ഏതായാലും ആ ഗൗരവതരമായ വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും നമുക്ക് തരുന്നു. കിഫ്ബിയുടെ മുന്നോട്ടുള്ള പോക്ക്, ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കിഫ്ബിയുടെ ആ വാർത്ത കാണുക. കിഫ്ബി മസാല ബോണ്ട് വ്യാപാരം ആരംഭിക്കുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണം. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അടുത്ത മാസം 17 ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിനുള്ള അനുമതി കേന്ദ്ര സർക്കാരിന് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അങ്ങനെ വലിയൊരു അതിജീവന മാർഗം കേരളം കണ്ടെത്തിയിരിക്കുന്നു. ആ വാർത്ത ദേശാഭിമാനിയും ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ലണ്ടനിൽ തിളങ്ങും. കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ വിദേശത്ത് നിന്ന് വൻ നിക്ഷേപം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടുകൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മെയ് 17 ലണ്ടനിലെ മസാല ബോണ്ടുകൾ പൊതുവിപണിയിൽ ഇറക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണം ലഭിച്ചു. ഇനി എന്താണ് മസാല ബോണ്ട്? വിദേശ വിപണിയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ടുകൾ ഇറക്കി പണം സമാഹരിക്കുന്നതാണ് മസാല ബോണ്ടുകൾ. ഇന്ത്യൻ രൂപയിൽ തന്നെ വിഭവ സമാഹരണം നടത്തുന്നതിനാൽ വിദേശ വിനിമയ നിരക്കുകൾ ഈ ഫണ്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുകൂടി ഇതുമായി ബന്ധിപ്പിച്ച വാർത്തയിൽ ദേശാഭിമാനി നമ്മോട് പറയുന്നു. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന വാർത്ത മംഗളം 1-ാം പുറത്ത് തരുന്നു. 7 വയസ്സുകാരനെ ക്രൂരമായി കൊല ചെയ്ത സംഭവം കുട്ടിയുടെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും. ചികിത്സ വൈകിപ്പിച്ചതും അന്വേഷിക്കും. തൊടുപുഴയിൽ മർദ്ദനമേറ്റ് മരിച്ച 7 വയസ്സുകാരന്റെ അമ്മയെ അന്വേഷണ സംഘം ഈ ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. ഇപ്പോൾ അവർക്ക് കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ കൗൺസിലിംഗ് നൽകുകയാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷമാകും കേസിൽ പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്ന് തീരുമാനിക്കുക. ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയെ ഗുരുതര നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും ചികിത്സ വൈകിപ്പിക്കാൻ ശ്രമം നടന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ടൂറിസത്തിന്റെ ഒരു സീസൺ കൂടി അസ്തമിക്കുകയാണ്. നോട്ട് നിരോധനത്തിലൂടെ നടുവൊടിഞ്ഞ ടൂറിസം ഇൻഡസ്ട്രി, ടൂറിസം വ്യവസായം കരകയറുന്നതേയുള്ളൂ. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം കോവളം കടപ്പുറമാണ്. ടൂറിസത്തിന്റെ ഒരു സീസൺ കഴിഞ്ഞു. വിദേശികൾ പോയി. തിരക്കൊഴിഞ്ഞ തീരത്ത് സ്വദേശി സന്ദർശകർ മാത്രം നിൽക്കുന്ന ഈ ചിത്രം സിറ്റി കൗമുദി ഇന്നലെ നമുക്ക് തരുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.